അങ്ങനെ അങ്ങേയറ്റം വിലപിച്ചുകൊണ്ട് സത്യനിഷേധി നരകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏത് രീതിയിലാണ് അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്? സൂറത്തുൽ ഹാഖയിൽ വളരെ വിശദമായിട്ടത് പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുദൂഹു ഫഉല്ലൂഹു സുമ്മൽ ജഹീമ സ്വല്ലൂഹു ثم في سلسلة ذرعها 70 ذراعا فاسلكوه إنه كان لا يؤمن بالله العظيم خذوه فغلوه അവനെ പിടിക്കൂ എന്നിട്ട് ബന്ധിക്കൂ. സുമ്മൽ ജഹീമ സ്വല്ലു പിന്നെ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയൂ. തുമ്മ ഫി സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുക്കു പിന്നെ 70 മുഴം നീളമുള്ള ചങ്ങലയിൽ അവനെ ബന്ധിക്കൂ. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം മഹോന്നതനായ അള്ളാഹുവിൽ അവൻ വിശ്വസിച്ചില്ല. സത്യനിഷേധിയായിട്ടുള്ള ആളിൻ്റെ അല്ലെങ്കിൽ സത്യനിഷേധിയായിട്ടുള്ള ആളുകളുടെ എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അഹങ്കാരമാണ് എന്ന് നമ്മൾ മുൻപ് ഉള്ള എപ്പിസോഡിലൊക്കെ പറഞ്ഞിരുന്നു. ഈ അഹങ്കാരത്തിൻ്റെ ഫലമായി അവൻ മഹോന്നതനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചില്ല. പടച്ചവനിൽ വിശ്വസിച്ചാൽ മാത്രമേ നന്മകൾക്കൊരു തുടർച്ച ഉണ്ടാവുകയുള്ളൂ. വിശ്വസിക്കാത്ത പലരും നന്മ ചെയ്യുന്നുണ്ടാവും, പക്ഷേ അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ സഹായിക്കാനുള്ളൊരു ഒരു ത്വര എന്നൊക്കെ പറയുമല്ലോ, അത് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ സഹായിക്കാനൊന്നും നിൽക്കില്ല. അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള വേറെ പല കാര്യങ്ങൾ, മനസ്സിനൊരു സന്തോഷം കിട്ടാനെന്നൊക്കെ ചിലർ പറയും. സഹായിക്കുന്നതിൽ മനസ്സിന് സന്തോഷം കിട്ടിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ആ സന്തോഷം അങ്ങോട്ട് പോയാലോ, അപ്പോൾ അതൊക്കെ പോവാതിരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ തക്കതായിട്ടുള്ള പ്രതിഫലം തരാൻ ആരോ ഒരാൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ശക്തി ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള പ്രതിഫലം എനിക്ക് തരും എന്നുള്ളൊരു ചിന്ത വേണം. പ്രതിഫലം കാക്ഷിക്കുന്നവർ തന്നെയാണ് മനുഷ്യർ, വെറുതെ ഒരു കാര്യം ചെയ്യുന്ന ആളുകളൊന്നുമില്ല. ഈ മനസ്സിനുള്ള ആ ഒരു തൃപ്തി, ആ തൃപ്തിയുടെ അടിസ്ഥാനം പടച്ചവനാണ്. പടച്ചവൻ്റെ തൃപ്തിയാണ് എൻ്റെ മനസ്സിൻ്റെ തൃപ്തിക്ക് ആധാരം എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ അത് തന്നെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ തഖ്വ, സൂക്ഷ്മത എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. പടച്ചവന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, പടച്ചവൻ പറഞ്ഞതുകൊണ്ടാണ് നന്മ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ചിന്ത. അതില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് എല്ലാവിധ തോന്നിവാസങ്ങളും ചെയ്ത് പരലോകത്തെത്തുന്ന ആളുടെ അവസ്ഥയാണ് പറയുന്നത്. 70 മുഴം നീളമുള്ള ചങ്ങലയിൽ ആദ്യം തന്നെ അവരെ പിടിച്ച് നരകത്തിലിടും. പിന്നീട് ആ നരകത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ അവരെ ബന്ധനസ്ഥരാക്കും എന്നാണ് പറയുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുവാനും നല്ല കർമ്മങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും പടച്ചവൻ്റെ പ്രീതിക്ക് വേണ്ടി അത് ചിട്ടപ്പെടുത്തുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല, മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല, സ്വന്തത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടുമല്ല, പടച്ചവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്. എന്നാലേ അതിന് തുടർച്ച ഉണ്ടാവുള്ളൂ. കാരണം പടച്ചവന് ഒരിക്കലും അവസാനിക്കാത്തൊരു ശക്തിയാണ്, ഒരിക്കലും മരണമില്ലാത്ത, ഒരിക്കലും അവസാനമില്ലാത്ത, ക്ഷീണമോ മയക്കമോ മടുപ്പോ ഇല്ലാത്തൊരു ശക്തിയാണ് പടച്ചവൻ. അതുകൊണ്ട് തന്നെ പടച്ചവന് വേണ്ടി ചെയ്യുമ്പോഴേ ഈ ഒരു കാര്യത്തിലൊന്നും നമുക്ക് ക്ഷീണമോ മയക്കമോ മടുപ്പോ മനസ്സിന് ഒരു തരം വിഷമമോ ഒന്നും ഇല്ലാതിരിക്കുകയുള്ളൂ. സന്തോഷത്തോടുകൂടെ പൂർണ്ണമായിട്ട് ചെയ്യണമെങ്കിൽ പടച്ചവന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് സൂറത്തുൽ ഹാഖയിലെ ഈ ഒരായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നരകത്തിൽ വെന്തെരിയാനുള്ള വിധിയായിരിക്കും ഉണ്ടാവുക. ആ ഒരവസ്ഥ നമുക്കൊന്നും ഇല്ലാതിരിക്കട്ടെ. പടച്ചവൻ നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.